അച്ഛന്റെ അമ്മച്ചിയുടെയും കുഞ്ഞാര മകൾ റോസ്മേരി അവിടുന്ന് മെക്കാരയിലെ അനാഥാലയത്തിലെത്തിയതും ബിസിനസ് കാര്യങ്ങളുമായി മൈസൂരിലെത്തിയ സിംഗപ്പൂരിലെ കോടീശ്വരനായ ബാരിസ്റ്റർ മഹേന്ദ്രവർമ്മയുടെ ദത്തുപുത്രിയായതുമെല്ലാം ഒരു പഴങ്കഥ മാത്രം. എന്റെ കർത്താവേ, ഇതൊക്കെ സത്യമാണോ? നോക്ക് ചാർലി, കർത്താവിന്റെ കുഞ്ഞാടുകളാണ് നമ്മൾ. കണ്ടത് മാത്രമേ വിശ്വസിക്കാവൂന്ന നമ്മൾ പഠിച്ചിട്ടുള്ളത്. അത് സത്യ. അല്ലെങ്കിൽ വെറുതെ ഒന്ന് അഭിനന്ദിക്കാൻ വന്ന എനിക്ക് ആദ്യം കണ്ടപ്പോ തന്നെ മറ്റാരോടും തോന്നാത്തൊരടുപ്പം ചാർലിയോട് മാത്രം തോന്നാൻ എന്തേ കാരണം? കാണാനൊക്കാത്ത, പറയാനൊക്കാത്ത എന്തോ ഒന്ന് ചാർലിയിലുണ്ട്. ഈ നസ്രാണി പെണ്ണിന്റെ ചങ്ക് പറിച്ചെടുക്കാൻ കഴിയുന്ന എന്തോ ഒന്ന്. ബായ്. എന്ത് പറ്റി മകനെ? ആ കുങ്കുമം ചാർത്തുനിൻ മനസ്സിലെ മഞ്ഞുഷ സന്ധി, പൂമരച്ചായയിൽ കുറുകിയ പൊൻവയിൽ പ്രാവ്, വർണ്ണച്ചുണ്ടിലെ പവിഴമൊഴി കേൾക്കുവാൻ ഞാൻ നിന്റെ ഇടനെഞ്ചിലവേക്കവേ. കുങ്കുമം ചാർത്തുനിൻ മനസ്സിലെ മഞ്ഞുഷ സന്ധി, പൂമരച്ചായയിൽ കുറുകിയ പൊൻവയിൽ പ്രാവ് നീ. ചൊല്ലാ പരിഭവമെന്തു ചൊല്ലേണ്ടു, അല്ലി ചുണ്ടിൽ തുരുതുരും നൽകേണ്ടു. കാലിൽ തളകളും ആർദ്രഗതികളും ഒന്നായി കൊണ്ടുവരാം. ശ്രീരാഘവരമോടെ വരവേറ്റിടാം. കുങ്കുമം ചാത്തുനിൻ മനസ്സിലെ മഞ്ഞുഷ സന്ധി, പൂമരച്ചായയിൽ കുറുകിയ പൊൻവയിൽ പ്രാവ് നീ. മായും മഞ്ഞിൽ കണികൾ കോർത്തുവെക്കാം ഞാൻ, മായ കൂടിൻ കുനുകിൽ വാതിൽ ചാരാം ഞാൻ. വർണ്ണച്ചിറകുമായി വാനിൽ ഇരുമി മഞ്ഞക്കിളി മനസാ, മണിനൂലും കൊണ്ടേ വരാം. കുങ്കുമം ചാത്തുനിൻ മനസ്സിലെ മഞ്ഞുഷ സന്ധി, പൂമരച്ചായയിൽ കുറുകിയ പൊൻവയിൽ പ്രാവ് നീ. വർണ്ണച്ചുണ്ടിലെ പവിഴമൊഴി കേൾക്കുവാൻ ഞാൻ നിന്റെ ഇടനെഞ്ചിലവേക്കവേ. കുങ്കുമം ചാത്തുനിൻ മനസ്സിലെ മഞ്ഞുഷ സന്ധി, പൂമരച്ചായയിൽ കുറുകിയ പൊൻവയിൽ പ്രാവ് നീ. എന്നിട്ട് കണ്ണു കാണാൻ പാടില്ലേ? സ്റ്റുപ്പിഡ്. സോറി. സോറി. വണ്ടി കൊണ്ടുവന്ന് വിളിച്ചിട്ട് സോറി എന്നാ? ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ താൻ ഉത്തരം പറയോ? പവിത്രൻ അല്ലേ? ഐ എം ജോർജ്.
ജോർജ് മണവാളൻ. സി, നിങ്ങളല്ല ഹോസ്പിറ്റലിൽ ബോംബ് സ്ഫോടനം പരാജയപ്പെടുത്തിയത്?